അടുത്തയാഴ്ച യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾ ഊർജിതമാണ്. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. ഇടപെടൽ ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതി. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ വരുന്ന ബുധനാഴ്ച നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഇതിന്റെ ഭാഗമായാണ് സുപ്രീം കോടതിയെയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമീപിച്ചത്. വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ ആവശ്യമാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നിമിഷപ്രിയ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട MP-മാരായ K രാധാകൃഷ്ണൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, അടൂർ പ്രകാശൻ, AA റഹീം, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്തയച്ചു. ദയാധനം നൽകാൻ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണെന്നും അതിനായുള്ള സൗകര്യം വിദേശകാര്യ മന്ത്രാലയം ഒരുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ കത്തുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മനുഷ്യത്വം മുൻനിർത്തി നിമിഷപ്രിയയ്ക്ക് വിടുതൽ നൽകാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഡൽഹിയിലെത്തി വിദേശകാര്യമന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കുമെന്ന് K രാധാകൃഷ്ണൻ MP വ്യക്തമാക്കി. എല്ലാ മാർഗത്തിലൂടെയും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ബഹുമാനായ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി തന്നെ ഇടപെടുമെന്നാണ് കരുതുന്നത്. യമനിൽ തിരിച്ചെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ദയാധനം സംബന്ധിച്ച് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം. നേരത്തെ തന്നെ $1 ബില്യൺ ഉൾപ്പെട്ട ദയാധന പാക്കേജ് എന്ന വാഗ്ദാനം തലാലിൻ്റെ കുടുംബത്തിന് മുന്നിൽ വച്ചിരുന്നു. കുടുംബത്തിലെ ഭൂരിഭാഗം പേർക്കും ഇതിനോട് അനുകൂല നിലപാടാണെങ്കിലും മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. മനുഷ്യത്വം മുൻനിർത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നതായാണ് വിവരം. എന്നാൽ അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ പെട്ടെന്ന് നടപ്പാക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണവും ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.